2024 ട്രൈ ചെയ്യേണ്ട 5 ഹെയർ സ്റ്റൈൽസിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഹെയർ സ്റ്റൈലായിരുന്നു സ്ലിക്ക് ബാക്ക് എന്നുള്ളത്. ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിരുന്നു സ്ലിക്ക് ബാക്ക് ഹെയർ സ്റ്റൈലിൻ്റെ ഒരു വീഡിയോ ഇടുമോ എന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്ലിക്ക് ബാക്ക് ഹെയർ സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. അട്രാക്റ്റീവ് ആൻഡ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഹോളിവുഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. സ്ലിക്ക് ബാക്ക് നിങ്ങൾക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്ലിക്ക് ബാക്ക് എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെയർ സ്റ്റൈലുകളിൽ ഒന്നാണ്. പണ്ടുകാലം മുതൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആളുകൾ വരെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ആക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതിന് ഒരുപാട് ലോങ് ഹെയർ ആകാൻ പാടില്ല, മീഡിയം ഹെയർ ആയിരിക്കണം. ഫേസ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ആൻഡ് ഓവൽ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്ക് മാച്ച് ആവുന്നതാണ്. മറ്റ് ഫേസ് ഷേപ്പ് ഉള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ മാച്ചായിട്ട് കാണിക്കുന്നത് ട്രയാങ്കിൾ ആൻഡ് ഓവൽ ഫേസ് ഷേപ്പ് ആയിട്ടുള്ളവർക്കായിരിക്കും. മുടി ഫെയ്ഡാക്കി വെട്ടാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിടിലൻ ഹെയർ സ്റ്റൈലാണ് സ്ലിക്ക് ബാക്ക് എന്നുള്ളത്. സ്ട്രൈറ്റ് ഹെയർ ആയിട്ടുള്ളവർക്കും ഒരുപാട് മെസ്സിവ് അല്ലാത്ത മുടിയുള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. മുടി മുഴുവനായിട്ടും ബാക്കിലേക്ക് ചീപ്പ് ഒതുക്കി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ സ്ലിക്ക് ബാക്ക് ഹെയർ സ്റ്റൈലാകും. നിങ്ങൾക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ വാക്സ് മറ്റ് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരുപാട് കട്ടിയായിട്ട് ചീപ്പരുത്, ചെറിയ രീതിയിൽ മുമ്പിലേക്ക് ഇരിക്കണം. ഫേഷ്യൽ ഹെയർ ഉള്ളവർക്കും ക്ലീൻ ഷേവ് ആയിട്ടുള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന ഹെയർ സ്റ്റൈലാണിത്. ടീനേജ് ആയിട്ടുള്ളവർക്ക് മുതൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വരെ മാച്ച് ആകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് സ്ലിക്ക് ബാക്ക് എന്നുള്ളത്. നിങ്ങൾ ചില മൂവീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം, അതിലെ ആക്ടേഴ്സിൻ്റെയൊക്കെ ഹെയർ സ്റ്റൈൽ ഇതായിരിക്കും. അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസിനൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈലാണുള്ളത്. ഓൾഡ് മണി ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും സ്റ്റാർ ബോയ് എസ്തറ്റിക്കിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഹെയർ സ്റ്റൈലാണിത്. ഒരു റിലാക്സിങ് ഫീലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാവുന്നതാണ്. 2 മാസം കൂടുമ്പോൾ ഹെയറിൻ്റെ നീളം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാകും. അതുപോലെ ബാക്കിലേക്ക് ചീപ്പ് വയ്ക്കുന്നതുകൊണ്ട് നെറ്റ് കയറും, കഷണ്ടിയാകും, ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ പറയുന്ന ആളുകളുണ്ട്. നിങ്ങളതൊന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ വലിയൊരു കള്ളമാണ്. നിങ്ങൾക്ക് മുകൾ ഭാഗത്തും സൈഡിലും ബാക്കിലുമായിട്ട് 3 ഇഞ്ച് നീളമായിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊരു 3 അല്ലെങ്കിൽ 4 ഇഞ്ച് നീളവും സൈഡും ബാക്കും ഒരു 2 ഇഞ്ച് നീളത്തിൽ വെച്ചും കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ലിക്ക് ബാക്ക് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ അട്രാക്റ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.